ഹലോ, ഇന്നൊരു സൺഫ്ലവറിൻ്റെ ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഒരു മിനി സൺഫ്ലവർ വിത്ത് പോട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് കോട്ടൺ ഡിലൈറ്റിൻ്റെ 8 പ്ലൈ കോട്ടൺ യാണാണ്. ഈ കാണുന്ന 4 കളേഴ്സാണ് ഈ സൺഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. 3.5 mm ആണ് ഹൂക്ക് സൈസ് വരുന്നത്. ആദ്യം തന്നെ ഫ്ലവർ പോട്ടാണ് ചെയ്യുന്നത്. മാജിക് റിങ്ങിൽ 8 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യുന്നത്. പലരും പല രീതിയിൽ മാജിക് റിങ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നിയൊരു രീതിയാണിത്. റൗണ്ടിലെ 8 സിംഗിൾ ക്രോഷ്യേഴ്സും കംപ്ലീറ്റ് ചെയ്തു. ഇനി മാജിക് റിങ് ക്ലോസ് ചെയ്തിട്ട് ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ചെയിൻ 1 ചെയ്ത് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് റൗണ്ടിൽ നേരത്തെ ചെയ്ത ഓരോ സിംഗിൾ ക്രോഷ്യയിലും 2 സിംഗിൾ ക്രോഷ്യ ഇതാണ് ചെയ്യുന്നത്. ടോട്ടൽ 16 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് ഈ റൗണ്ടിൽ ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യേഴ്സും കംപ്ലീറ്റ് ചെയ്തു. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ചെയിൻ 1 ചെയ്ത് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് റൗണ്ടിൽ ഫസ്റ്റ് സ്റ്റിച്ചിലായിട്ട് 1 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റിച്ചിലായിട്ട് 2 സിംഗിൾ ക്രോഷ്യയും. എഗെയിൻ തേർഡ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ. ഇതുപോലെ 8 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് ഈ റൗണ്ടിൽ വരുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ചെയിൻ 1 ചെയ്ത് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫോർത്ത് റൗണ്ടിലായിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് ചെയ്യുന്നത്. അഗെയിൻ ഫോർത്ത് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ, ഫിഫ്ത്ത് സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ, സിക്സ്ത് സ്റ്റിച്ചിലായിട്ട് 2 സിംഗിൾ ക്രോഷ്യ. ഇതുപോലെ 8 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ടോട്ടൽ 32 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് ഈ റൗണ്ടിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ചെയിൻ 1 ചെയ്ത് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മളെ പോട്ടിൻ്റെ ബേസ്. ഫിഫ്ത്ത് റൗണ്ട് നമ്മൾ ചെയ്യുന്നത് ബാക്ക് ലൂപ്പിലാണ്. ഈ റൗണ്ടിൽ ഫസ്റ്റ് സ്റ്റിച്ചിലായിട്ട് 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് സ്റ്റിച്ചിലായിട്ട് 2 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് ചെയ്യുന്നത്. ഇതുപോലെ 8 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ടോട്ടൽ 40 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് ഈ റൗണ്ടിൽ വരുന്നത്. ഫിഫ്ത്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ചെയിൻ 1 ചെയ്ത് സിക്സ്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 6th to 12th റൗണ്ട് ടോട്ടൽ 7 റൗണ്ട്സ് 40 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് ചെയ്യുന്നത്. ഇവിടെ 7 റൗണ്ട്സും ഒരുപോലെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റിച്ചസ് കൗണ്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ അതായിരിക്കും. 13th റൗണ്ടിൽ ആദ്യത്തെ 3 സ്റ്റിച്ചസിലായിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് ചെയ്യുന്നത്. ഫോർത്ത് സ്റ്റിച്ചിലായിട്ട് 1 ഡിക്രീസിങ് സിംഗിൾ ക്രോഷ്യ. ഇതുപോലെ 8 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ടോട്ടൽ 32 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് ഈ റൗണ്ടിൽ വരുന്നത്. അടുത്തതായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ചെയിൻ 1 ചെയ്ത് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലായിട്ട് 4 ഡബിൾ ക്രോഷ്യേഴ്സ് ആണ് ചെയ്യുന്നത്. അതായത് സെയിം സ്റ്റിച്ചിലായിട്ട് 4 ഡബിൾ ക്രോഷ്യ.
4 ഡബിൾ ക്രോഷ്യേസും ചെയ്തു. ഇനി അടുത്തതായിട്ട് ചെയിൻ 1 ചെയ്ത് നെക്സ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് അടുത്ത സ്റ്റിച്ചിലായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. 14th റൗണ്ടിലെ 4th സ്റ്റിച്ചിലാണ് ഇപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ 8 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി യാണൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ എക്സ്ട്രാ ഉള്ള യാണിനൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ പോട്ടിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ സോയിൽ പാർട്ടാണ്. ആദ്യം തന്നെ മാജിക് റിങ്ങിൽ 8 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ചെയിൻ 1 ചെയ്ത് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് റൗണ്ടിലായിട്ട് 8 ഇൻക്രീസസ് ആണ് ചെയ്യുന്നത്. ടോട്ടൽ 16 സ്റ്റിച്ചസ് ആണ് സെക്കൻഡ് റൗണ്ടിൽ വരുന്നത്. ചെയ്തു. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ചെയിൻ 1 ചെയ്ത് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് റൗണ്ടിൽ ഫസ്റ്റ് സ്റ്റിച്ചിലായിട്ട് 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിലായിട്ട് 2 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് ചെയ്യുന്നത്. എഗെയിൻ തേർഡ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് സ്റ്റിച്ചിലായിട്ട് 1 ഇൻക്രീസിങ് സിംഗിൾ ക്രോഷ്യ. ഇതുപോലെ 8 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് തേർഡ് റൗണ്ടിൽ വരുന്നത്. തേർഡ് റൗണ്ടിൻ്റെ എൻഡിലായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ചെയിൻ 1 ചെയ്ത് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫോർത്ത് റൗണ്ടിലും ഫിഫ്ത്ത് റൗണ്ടിലും 24 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് ചെയ്യുന്നത്. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് യാണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പോട്ടിൻ്റെ ഉള്ളിലായിട്ട് പോളിഫൈബർ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്ത് വെച്ച സോയിൽ പാർട്ട് ഈ പോട്ടുമായിട്ട് ഇതുപോലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് സോയിൽ പാർട്ടിനെ പോട്ടിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഫ്ലവർ പോട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഇതുപോലെ എക്സ്ട്രാ നിൽക്കുന്ന യാണൊക്കെ ഉള്ളിലൂടെ ഒന്ന് വലിച്ചൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് സൺഫ്ലവർ ആണ് നമ്മൾ ചെയ്യുന്നത്. ഗ്രീൻ കളർ യാണാണ് എടുത്തിട്ടുള്ളത്. ഇത് സൺഫ്ലവറിൻ്റെ ബാക്ക് പോർഷൻ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ മാജിക് റിങ്ങിൽ 6 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് ചെയ്യുന്നത്. ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ചെയിൻ 1 ചെയ്ത് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് റൗണ്ടായിട്ട് 6 ഇൻക്രീസസ് ആണ് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത ഓരോ സിംഗിൾ ക്രോഷ്യയിലും 2 സിംഗിൾ ക്രോഷ്യ വീതമാണ് ചെയ്യുന്നത്. ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് സെക്കൻഡ് റൗണ്ടിൽ വരുന്നത്. അഗെയിൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ചെയിൻ 1 ചെയ്ത് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് റൗണ്ടിലെ ഫസ്റ്റ് സ്റ്റിച്ചിലായിട്ട് 1 സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റിച്ചിലായിട്ട് 2 സിംഗിൾ ക്രോഷ്യ. അഗെയിൻ തേർഡ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ. ഇതുപോലെ 6 ടൈം റിപ്പീറ്റ് ചെയ്തിട്ടാണ് തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് തേർഡ് റൗണ്ടിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ചെയിൻ 1 ചെയ്ത് ഫോർത്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫോർത്ത് റൗണ്ടിൽ ഫസ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിലായിട്ട് 2 സിംഗിൾ ക്രോഷ്യ.
ഇതുപോലെ 6 ടൈം റിപ്പീറ്റ് ചെയ്യണം. ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് ഈ റൗണ്ടിൽ വരുന്നത്. അഗെയിൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ചെയിൻ 1 ചെയ്ത് 5th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 5th റൗണ്ടിൽ ഫസ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ, 4th സ്റ്റിച്ചിലായിട്ട് 2 സിംഗിൾ ക്രോഷ്യ. ഇതുപോലെ 6 ടൈം റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ടോട്ടൽ 30 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് 5th റൗണ്ടിൽ വരുന്നത്. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് യാണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ബ്രൗൺ കളർ യാണിൽ സെയിം സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. സൺഫ്ലവറിൻ്റെ മിഡ് പോർഷനാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി ഇത് രണ്ടും ഇതുപോലെ ഒരുമിച്ച് വെച്ച് യെല്ലോ കളർ യാൺ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതുപോലെ 2 ചെയിൻസ് ചെയ്തെടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിലായിട്ട് 1 ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഇനി സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ട്രിപ്പിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് 2 ചെയിൻ ചെയ്തിട്ട് നമ്മൾ ഹൂക്കിൽ നിന്നും സെക്കൻഡ് സ്റ്റിച്ചിലായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലായിട്ട് 1 ട്രിപ്പിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. സെയിം സ്റ്റിച്ചിൽ തന്നെ 1 ഡബിൾ ക്രോഷ്യയും ചെയ്യുന്നുണ്ട്. ചെയ്ത് നെക്സ്റ്റ് സ്റ്റിച്ചിലായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പെറ്റൽ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതുപോലെ ചുറ്റിലുമായിട്ട് 10 പെറ്റൽസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇത്രയും പെറ്റൽസ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോളി ഫൈബർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കി പെറ്റൽസ് കൂടെ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി യാണൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഹൈഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ലീവ്സ് ആണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഗ്രീൻ കളർ യാണിൽ 8 ചെയിൻ ചെയ്ത് കൊടുക്കാം. ഇനി 8th ചെയിനിലായിട്ട് ഇതുപോലെ ക്രാഫ്റ്റ് വെയർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 8th ചെയിനിലായിട്ട് 1 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റിച്ചിലായിട്ട് 1 ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് 3 ചെയിൻസിലായിട്ട് 1 ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്യുന്നത്. ലീഫിൻ്റെ വീതി കൂടിയ മിഡിൽ പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ലീഫിൻ്റെ ബോർഡറിലായിട്ട് ക്രാഫ്റ്റ് വയർ നിൽക്കുന്ന രീതിയിൽ വേണം ഡബിൾ ക്രോഷ്യ ചെയ്യാൻ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ചെയിനിലായിട്ട് 1 സിംഗിൾ ക്രോഷ്യ കൂടി ചെയ്യുന്നുണ്ട്. ലീഫിൻ്റെ ഒരു സൈഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫൈനലി ചെയിൻ 2 ചെയ്ത് ലാസ്റ്റ് സ്റ്റിച്ചിലായിട്ട് 1 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ലീഫിൻ്റെ നെക്സ്റ്റ് സൈഡാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ 1 ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് 3 സ്റ്റിച്ചസിലായിട്ട് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുകയാണ്. അഗെയിൻ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കാം. ഫൈനലി ലാസ്റ്റ് 2 സ്റ്റിച്ചസിലായിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ വരുന്ന ഈ യാണ് കൊണ്ട് ഈ ക്രാഫ്റ്റ് വയറിനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ 2 ലീവ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അസംബിൾ ചെയ്ത് കൊടുക്കാം. സ്റ്റെമ്മിനായിട്ട് കുറച്ചുകൂടി തിക്നെസ് കൂടിയ ക്രാഫ്റ്റ് വെയറാണ് യൂസ് ചെയ്യുന്നത്. അതിതുപോലെ ഗ്രീൻ കളർ യാണ് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ലീവ്സ് അറ്റാച്ച് ചെയ്യേണ്ട പോർഷൻ വരെ കവർ ചെയ്തിട്ട് നേരത്തെ ചെയ്ത് വെച്ച 2 ലീവ്സും ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റെമ്മിൻ്റെ ബാക്കി പോർഷൻ കൂടെ ഇതുപോലെ ഗ്രീൻ കളർ യാണ് കൊണ്ട് കവർ ചെയ്യാം.
ചെയ്ത് വെച്ച സൺഫ്ലവറിന് കൂടെ ഇതുപോലെ ഗം യൂസ് ചെയ്തൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫൈനലി ഇതിനെ നമുക്ക് പോട്ടിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട.